നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ശബരി നീ വല്ലാതിരിക്കുന്നേ? ദയ നിന്റെ കൂടെ വന്നില്ലേ? ഇല്ലച്ച, അവളെ ഞാൻ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടു. എവിടെ? പഞ്ചരത്നത്തിലോ? ആ അതെ. ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോ നീ പറഞ്ഞത് ദയ നിന്റെ ഒപ്പം ഉണ്ടെന്നാണല്ലോ. അതിനുശേഷം നീ അവളെ പഞ്ചരത്നത്തിൽ കൊണ്ടുപോയി വിട്ടു എന്നാണോ നീ പറയുന്നത്? അച്ഛൻ വിളിക്കുമ്പോ ഞാൻ ദയയും കൊണ്ട് അവളുടെ വീടിനടുത്ത് എത്തിയിരുന്നു. അവൾക്ക് അവളുടെ വീട്ടിൽ പോണെങ്കിലേ ഇവിടെ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിനുള്ള മാനസികാവസ്ഥ ഇല്ലാത്തതാണല്ലോ വാസന്തി ദയയുടെ പ്രശ്നം. ഇതേ മാനസിക പ്രശ്നമൊന്നും അല്ല. ഈ വീട്ടിൽ ആരെ അവൾക്ക് പേടിയൊന്നുമില്ല. അവൾ എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കുകയും പറയില്ലെന്ന് അവൾക്ക് നന്നായി തന്നെ അറിയാം. എടി, ചോദിക്കാനും പറയാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ. നിന്റെ അനിയന്റെ ഭാര്യയല്ലേ ദയ? അവൾ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നീ എവിടെയായിരുന്നടി? ദയ ശബരി എവിടെ വെച്ചാ കണ്ടേ? ദയ സുശീലാന്റിയുടെ വീട്ടിൽ പോയിരുന്നു. അവരിവിടെ വന്ന് അപവാദം പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. അവര് പറഞ്ഞതേ വെറും അപവാദമൊന്നും അല്ലല്ലോ, എല്ലാം ഉള്ളത് തന്നെയല്ലേ. ആണെങ്കിൽ തന്നെ നിനക്ക് എന്തുവാടാ? അവളെ പോലെ തന്നെ ഇത് 10 പേരോട് പറഞ്ഞു നടക്കാൻ നിനക്കും തോന്നുന്നുണ്ടോ? ഉണ്ടോടാ? ഉണ്ടെങ്കിൽ പറഞ്ഞു നടക്കടാ. അച്ഛൻ എന്തിനാ ധനേട്ടൻ എന്തെങ്കിലും പറഞ്ഞ അപ്പ തന്നെ ചൂടാവുന്നത്? ഈ വീട്ടില് ഈ മനുഷ്യന് വാ തുറക്കാനുള്ള അവകാശം ഇല്ലേ? ഇവൻ വാ തുറന്നാലേ ആദ്യം ദുഷിക്കുന്നത് ഈ വീടിനെയല്ലേ? ബാക്കിയുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു പകൽമാനിനവൻ. അച്ഛ മതിയച്ഛ, ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ നമ്മൾ സംസാരിക്കുന്ന എന്തിനാ? ദയ കാരണം നമ്മളെല്ലാവരും ടെൻഷൻ ആയെന്നുള്ളത് സത്യമാണ്. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ എടുക്കണം. ഇല്ലെങ്കിലേ അവൾക്ക് എന്ത് സംഭവിച്ചാലും നീ സമാധാനം പറയേണ്ടി വരും. ദയക്ക് എന്ത് സംഭവിക്കാനാ ചേച്ചി? അവളുടെ മാനസികമായ പ്രശ്നങ്ങൾക്കൊക്കെ ഏറെക്കുറെ പരിഹാരമായിട്ടുണ്ട്. ചിലപ്പോ 2 ദിവസം കൊണ്ട് തന്നെ അവള് പഴയ ദയയായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരും. ഇതിപ്പോ എത്രാമത്തെ തിരിച്ചുവരവാ? ഈ അസുഖമൊന്നും അത്ര എളുപ്പം ശരിയാവാൻ പോകുന്നില്ല. അതുമാത്രമല്ല, അവളെ കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആദ്യം ഒരു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞത് മറച്ചു വെച്ചിട്ടല്ലേ അവരെല്ലാം കൂടെ നിന്റെ തലയെ കൊണ്ടുവന്ന് കെട്ടിവെച്ചത്. ആ ഒരൊറ്റ കാരണം മതി നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടാൻ. അതിന്റെ കൂടെ മെന്റൽ പേഷ്യന്റ് ആണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ഉണ്ടെങ്കിലേ എപ്പോ ഡിവോഴ്സ് കിട്ടിയെന്ന് ചോദിച്ചാ മതി. നിർത്ത്. ഭാര്യയും ഭർത്താവും കൂടി എന്റെ മോന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുകയാണോ? ആണോടാ? ഇനി ഒരക്ഷരം 2 പേരും ഈ കാര്യത്തിൽ ഈ വീട്ടിൽ മിണ്ടി പോകരുത്. ദയമോൾക്ക് അവളുടെ ചെറിയ പ്രായത്തില് എന്തോ ഒരു അബദ്ധം പറ്റി. ഇതൊക്കെ ആർക്കാടാ പറ്റാത്തത്? ഇതിന്റെ പേരിലൊക്കെ ബന്ധം വേർപെടുത്താന്ന് വെച്ചാൽ? എടാ, അങ്ങനെയാണെങ്കിൽ എന്റെ മകളെ നിന്നെ എത്ര പ്രാവശ്യം ഡിവോഴ്സ് ചെയ്യണമായിരുന്നു? പറയടാ, പറയും. 2 എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. കേറി പോകാൻ നോക്ക്. പൊടിയാത്തോട്ട് പൊടി. എന്തിനാച്ചാ ഇവരെ പറഞ്ഞയക്കുന്നത്? പറയാനുള്ളതൊക്കെ എല്ലാവരും പറഞ്ഞോട്ടെ. ഞാനിവിടുന്ന് മാറി നിന്നാ പോരെ? ഇതുകൊടുത്തോണ്ട് പൊടി ചെല്ലേ.
സത്യം പറഞ്ഞ വീട്ടിൽ പോയി അമ്മയുടെ മുഖത്ത് നോക്കുമ്പോഴുള്ള ലജ്ജ മാറിക്കിട്ടാനാ ഇന്നോരോ ബിയർ കഴിക്കാന്ന് വിചാരിച്ചത്. ചില കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാകേണ്ടി വരുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു ശ്യാം. ആന്റി അനുചേച്ചിയെ ചൂലോണ്ട് അടിച്ചിറക്കാൻ നോക്കിയത് കണ്ടതിന്റെ വിഷമം നമുക്കൊരു ബിയറിൽ തീർക്കാൻ പറ്റിയേക്കും. പക്ഷേ അപമാനം ഏറ്റുവാങ്ങി ഇറങ്ങിപ്പോയ അനുചേച്ചിയുടെ കാര്യോ? അതാലോചിച്ച ബിയർ ഹോട്ടാക്കേണ്ടി വരും. അതോടെ ഞാൻ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ഏയ്, അതൊന്നും വേണ്ട. ഇന്ദിരേട്ടൻ തിരിച്ചു വരുന്നോടെ കാര്യങ്ങൾ ഒന്നുകൂടി സീരിയസ് ആവാനിടയുണ്ട്. പുള്ളിക്കാരൻ ഇതുവരെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഏട്ടൻ ഇന്നും എന്നെ വിളിച്ചിരുന്നു. അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏട്ടത്തിക്ക് കൂട്ടായിട്ട് ഭാനുമ്മ ഉണ്ടെന്ന് കൂടി പറഞ്ഞപ്പോ ഇന്ദിരേട്ടന് സമാധാനായി. ഇന്ദിരേട്ടൻ ഇല്ലാതെ അമ്മയുടെ നിൽക്കില്ലെന്ന പ്രതീക്ഷയിലാണല്ലോ ഇന്ദിരേട്ടൻ പോയത്. ആ പ്ലാനിങ് വിജയകരമായി നടന്നെന്നാവും ഇന്ദിരേട്ടൻ കരുതിയതല്ലേ? അതെ. ഒരു പരിക്കും കൂടാതെ അമ്മ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെന്ന പ്രതീക്ഷയിലാവും ഇന്ദിരേട്ടൻ വരുന്നത്. പക്ഷേ ആന്റി ഇന്ദിരേട്ടനെ വിളിച്ചു പറയാതിരിക്കോ? ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ആന്റിക്കത് മനസ്സിലടക്കി വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല ശ്യാം, ഇപ്പോ അമ്മ ഇന്ദിരേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാ. ഏട്ടത്തിയും ഒന്നും പറഞ്ഞു കാണില്ല. ഏട്ടത്തി അടിച്ചെന്നൊക്കെ അമ്മ വിളിച്ചു പറഞ്ഞെങ്കിൽ ഏട്ടനിപ്പോ ഇവിടേക്ക് പാഞ്ഞെത്തേണ്ട സമയം കഴിഞ്ഞു. അപ്പോ ഇതും ആന്റിയുടെ ബുദ്ധിപരമായ നീക്കമാണെന്ന് വേണം കരുതാൻ. ഇന്ദിരേട്ടനെ ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ ഇന്ദിരേട്ടൻ നമ്മളെ വിളിച്ച് അന്വേഷിക്കും. പക്ഷെ സത്യം സംസാരിക്കുമ്പോൾ ഏട്ടത്തേക്ക് അനുകൂലമായി സംസാരിക്കുമെന്ന് ആന്റിക്കറിയാം. അപ്പൊ പിന്നെ ഇന്ദിരേട്ടൻ തിരിച്ചെത്തുമ്പോഴേക്കും അതിനൊരു ചൂടങ്ങ് തണുക്കും. അതെ. ഇപ്പോ ഇന്ദിരേട്ടൻ ഇത് അറിയുന്നത് അമ്മയുടെ സാന്നിധ്യത്തിലായിരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ട്. എങ്കിലല്ലേ എല്ലാ ശക്തിയോടെയും ഇന്ദിരേട്ടന് മുമ്പിൽ ആ അനുഭവം അമ്മയ്ക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റുള്ളൂ. ഇന്ദിരേട്ടന് ഏടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെയായിരിക്കും ഇനിയിപ്പോ അമ്മയുടെ പ്രകടനം. ഇന്ദിരേട്ടൻ തിരിച്ചെത്തിയാലുടനെ വാടക വീട്ടിൽ പോയി ഏടത്തെയും മോനെയും കണ്ടിട്ടായിരിക്കില്ലേ വീട്ടിലേക്ക് വരുന്നത്. അതിനിടയിൽ അനുവേട്ടത്തെയെല്ലാം ഇന്ദിരേട്ടനോട് പറയുമായിരിക്കില്ലേ സത്യ? പറയണം. ഇല്ലെങ്കിലേ അത് അപകടമാ. ഇതിപ്പോ ഏട്ടത്തിന്റെ ഭാഗം കേൾക്കാതെ ഏട്ടൻ അമ്മയെ കണ്ട പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരു സൂചന ഇന്ദിരേട്ടൻ നൽകുന്നതല്ലേ നല്ലത്? എന്ത് സൂചന നൽകും? എന്തു പറയുമ്പോഴും അമ്മയ്ക്ക് അനുവടത്തിന് അടി കൊണ്ടെന്നുള്ള സത്യം അതും മറച്ചു വെച്ച് പറയാൻ കഴിയില്ലല്ലോ. മറ്റൊരു സ്ഥലത്ത് നിൽക്കുമ്പോ അത് പിന്നെ ഏട്ടന്റെ സ്വസ്ഥത കൂടി ഇല്ലാതെയാക്കും. ചിലപ്പോ കൂടുതലൊന്നും പറയുന്നത് കേൾക്കാതെ ഏട്ടൻ ഫോൺ കട്ട് ചെയ്യാനും മതി. പിന്നെ അടുത്ത നിമിഷം ഏട്ടൻ വിളിക്കുന്നത് ഏട്ടത്തി ആയിരിക്കില്ല, അത് പിന്നെ അമ്മയായിരിക്കും. പിന്നെന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. എങ്ങനെ നോക്കിയാലും പ്രശ്നമാണല്ലോ. സത്യനും സോനയും കൂടി എങ്ങനെയെങ്കിലും ഇന്ദിരേട്ടൻ വരുമ്പോഴേക്കും ആന്റിയെ ഒന്ന് തണുപ്പിക്കാൻ നോക്ക്. ഞാൻ ആലോചിച്ചിട്ട് അതേ ഒരു വഴി കാണുന്നുള്ളൂ. ജീവിതത്തിൽ ഒരു കൈപ്പിഴ പറ്റാത്തവരായി ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ സുശീലേ? അനുപമ ഒന്ന് നിന്റെ കാല് പിടിക്കാൻ തയ്യാറായില്ലേ? ഈ ഒരു തവണത്തേക്കെങ്കിലും നിനക്ക് അവളോട് പുറത്തുകൂടായിരുന്നോ? അതെ അമ്മേ, ഇന്ദ്രേട്ടൻ ചിലപ്പോ നാളെ എത്തും. ഏട്ടത്തെ അമ്മയെ അടിച്ചെന്ന് ഇന്ദ്രേട്ടൻ അറിഞ്ഞാ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കാന്ന് അമ്മയ്ക്ക് അറിയാലോ. അപ്പോ
ഇന്ദ്രൻ അമ്മയെ വിട്ട് കളിക്കില്ലെന്ന് നിങ്ങൾക്ക് അറിയാല്ലേ? അത് അവളെ കൂടി എനിക്കൊന്ന് അറിയിച്ചു കൊടുക്കണം.